സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുമ്പോഴും മലബാറിലെ 4 ജില്ലകളിൽ ഡിഎംഒമാരില്ല. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഡിഎംഒ ഇല്ലാത്തത്. അഡീഷണൽ ഡിഎംഒ, ഡെപ്യൂട്ടി ഡിഎംഒ എന്നിവർക്കാണ് പകരം ചുമതല. കോഴിക്കോട് നിപ, ഷിഗല്ല എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൃത്യമായ ഏകോപനത്തിന് ആളില്ല. ഡിഎംഒമാരുടെ നിയമനം വൈകുന്നതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഷാഹിദുറഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാദി, വിഷയം ഉളുപ്പില്ലേ നാണമില്ലേ എന്നുള്ള ചോദിക്കേണ്ട ചോദ്യമൊക്കെ നിർത്തിവെക്കേണ്ട അവസരം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോഴും കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മുമ്പത്തെയുള്ള ആരോഗ്യമന്ത്രിമാരെ കളിപ്പിക്കാനും വീണ മീട്ടുക എന്ന് പറയുന്ന വാക്കുകൾ പറഞ്ഞിട്ട് വീണ ജോർജിനെ പരിഹസിക്കാനും ഒക്കെ സമയമുള്ളൂ. എന്തൊരു പരിഹാസമാണ് ഈ ഒരു പരിഹാസം! ഒരു സ്ത്രീക്ക് നേരെയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള പരിഹാസമാണ്. അങ്ങനെ പരിഹാസം കേട്ടിട്ട് പോലും ഒപ്പമുള്ള ആളുകൾക്ക് കൈയടിക്കാനാണ് തോന്നുന്നതെങ്കിൽ ഇവർക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം എന്തെന്നൊക്കെ ആ ഒരൊറ്റ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം നടന്നത് ആദ്യത്തെ 5 വർഷം ഇവിടെ റീലുകൾ ഉണ്ടാക്കുകയും പിന്നത്തെ 5 വർഷം വീണ മീട്ടലുമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു മന്ത്രി പറഞ്ഞത്. ഏത്? നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഇതൊരു ആരോഗ്യമന്ത്രിക്ക് പറ്റിയ വാക്കുകളാണോ എന്നുള്ളതാണ്. സിപിഐയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ PM-ശ്രീ വിഷയത്തിൽ നിയമസഭയിൽ ഒരു മിനിറ്റ് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് എത്തട്ടെ, എന്നിട്ട് നമുക്ക് ആഷ്മിയോട് സംസാരിക്കാനൊക്കെ പറയാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പരിഹാസ കഥാപാത്രമായിട്ട് മാറുകയായിരുന്നു. എന്തുകൊണ്ട് പരിഹാസ കഥാപാത്രമായി? തന്റെ മന്ത്രി, താൻ എന്തിന്റെ മന്ത്രിയാണ്? ആരോഗ്യമന്ത്രിയാണ്. ഒപ്പം തന്നെ ദേവസ്വത്തിന്റെ കൂടി മന്ത്രിയാണ്. ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തിൽ ചെയ്യേണ്ടത്? അതൊന്നും ചെയ്യാതെ അതിന്റെ എല്ലാത്തിനെയും കുറ്റം കഴിഞ്ഞുപോയ മന്ത്രിസഭയ്ക്ക് ഇട്ടുകൊടുക്കലാണോ ഇവരുടെ ഉത്തരവാദിത്തം? ഇന്ന് തന്നെ നോക്കൂ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് 7 പേർ മരിച്ചിരിക്കുന്നു പനി പിടിച്ചിട്ട്. 7 മരണങ്ങൾ പനി ബാധിച്ച് മരിച്ചതാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മുരളീധരൻ എന്ന് പറയുന്ന ഈ വ്യക്തി പരിഹാസ വാക്കുകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എന്തൊരു അബദ്ധ ജീവിതമാണെന്ന് ആലോചിച്ചോക്കി. മഹാ അബദ്ധ ജീവിതം എന്നതിനേക്കാൾ അപ്പുറം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിഹാസങ്ങളിലൊന്നും ഇങ്ങനെയായിരുന്നു കേട്ടോ. ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. ആ വീണ വീട്ടൽ എന്ന വാക്കിന് എന്തോരം കയ്യടികളാണ്. ഒരു സ്ത്രീയെ പരിഹസിക്കുമ്പോൾ കയ്യടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് ഇവർക്ക് സ്ത്രീകളോടുള്ള എന്താ പറയുക പെരുമാറ്റ രീതി എന്ന് ഇതുകൊണ്ട് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, ഇതുകൊണ്ട് വ്യക്തമല്ലേ? ഇതുകൊണ്ട് വ്യക്തമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഇവരുടെ രീതികൾ. 7 തവണ എങ്ങാൻ തോറ്റ മനുഷ്യനാണ് കെ മുരളീധരൻ. എന്നിട്ടാണ് ഒരു തവണ തോറ്റ വീണ ജോർജിനോട് ജനങ്ങൾ വീട്ടിലിരുത്തിയ ആളല്ലേ, അവരുടെ വർത്താനൊന്നും കേൾക്കാൻ താല്പര്യമില്ലേ, പോയി പണി നോക്കാൻ പറ എന്ന് പറയുന്നൊരു വർത്തമാനം കെ മുരളീധരൻ പറയുന്നത്. ഇനി ഇതൊന്ന് കേൾക്ക്. നമ്മൾ 3 മാസത്തേക്ക് വിമർശനം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് സമ്മതിക്കാത്ത അവസ്ഥ കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പൊ DHSന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഔദ്ധത്യവും താൻപോരിമയും ധാർഷ്ട്യവുമാണ് യഥാർത്ഥത്തിൽ തുടർച്ചയായി ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യം പറഞ്ഞത് ത്വരപ്പം പണി കാണിക്കുന്നവരെ പുറത്താക്കും എന്നാണ്. DHS എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിൽ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്നയാൾ. DHSന്റെ കീഴിലേക്കാണ് ഒരു പകർച്ചവ്യാധി മോചന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അവിടുന്ന് താഴോട്ടാണ് ഇത്. അതുപോലും ഉള്ള ആ ആലോചന പോലും ഇല്ലാതെയാണ് ഈ പകർച്ചവ്യാധി കാലത്ത് അവരെ മാറ്റിയിട്ട് ഇത്തരം വാചകേടി കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. മാത്രമല്ല, നുണ പറഞ്ഞാൽ മാറ്റിയത്. 15 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷ കൊടുത്തു ഇവരെന്ന് പറഞ്ഞിട്ട് തെറ്റായ കാര്യം ഉത്തരവായി ഇറക്കി ആണ് ഇവർ മാറ്റിയത്. അതുകൊണ്ടാണല്ലോ ഈ ഹൈക്കോടതിയിൽ ഇന്ന് നിങ്ങൾക്ക് വല്ല മനസ്സിലായ? എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളുണ്ട്, DHS. അവരെയാണ് ഈ മാറ്റി കളിച്ചിപ്പോ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ പോലും കൃത്യമായിട്ട് ഈ ഒരു മനുഷ്യന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഒരാളെ കൃത്യമായിട്ട് നിയമിക്കാൻ കഴിയുന്നില്ല. ഒരാളെ പുറത്താക്കുന്നു, അയാൾ പോയിട്ട് നേരെ കോടതിയിൽ കയറുന്നു, കോടതി അവരുടെ തന്നെ വീണ്ടും അവിടെ പോയി ഇരിക്കാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഇത്രയ്ക്ക് വൻ പരാജയമായിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോഴും ഈ ആരോഗ്യ മേഖല ഇങ്ങനെ ഭയങ്കര പരാജയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകൂ വളരെ പെട്ടെന്ന് എന്ന് പഴയ ആരോഗ്യമന്ത്രി പറയുമ്പോൾ പരിഹസിക്കാൻ നിൽക്കുകയാണ്. എന്തായാലും പരിഹാസത്തിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് കെ മുരളീധരൻ.
സോറി ആരോഗ്യമന്ത്രി കെ നമ്മുടെ മുരളീധരന് ശക്തമായ മറുപടിയുമായി മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. വീണ വിടുവായുത്തം ജോർജ് നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ. സോണിയാഗാന്ധിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേലെന്നും വിളിച്ച മുരളീധരനിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. LDF സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ കാണുന്നതെന്നും വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി ജ്യോതിഷ് മോഹനും സലീം മാലിക്കും. വീണ ജോർജ് കൃത്യമായിട്ട് അപ്പൊ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള മറുപടിയാണ്. ഇപ്പൊ നോക്ക്, നമ്മളുടെ, ഞാൻ മലപ്പുറം ജില്ലക്കാരാണ്, മലബാർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് DMOമാരില്ല, ആരോഗ്യ മേഖല DMOമാരില്ല, അവരെ നിശ്ചയിച്ചിട്ടില്ല. ഇവരെന്ത് തായം കളിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഞാനിതൊക്കെ ഇങ്ങനെ പറയുന്ന സംബന്ധിച്ച് ചില ആളുകളൊക്കെ എനിക്കൊരു ഫേസ്ബുക്കിൽ പച്ചത്തെറി ഒരുത്തൻ, ഷിജു PR ഏതൊരുത്തൻ വന്നിട്ട് ഭയങ്കര തെറി. അവൻ പറയുന്നത് സമയം കൊടുക്കും, 1 വർഷം സമയം കൊടുക്കുന്നത് എന്തിന്? ആൾക്കാരെ മുഴുവൻ ശവപ്പെട്ടി കാണാൻ വേണ്ടിയിട്ടാണോ 1 വർഷം സമയം കൊടുക്കുന്നത്? ഇപ്പൊ വളരെ പെട്ടെന്ന് ഒരു പ്രളയം ഉണ്ടായെന്ന് വിചാരിക്കുക, അത് ഭീകരമായ പ്രളയം ഉണ്ടായി. അയ്യോ, ഇവരുണ്ട് കേറിയിട്ടുള്ളൂ, ഈ സർക്കാരുണ്ട് കേറിയിട്ടുള്ളൂ, നമുക്ക് 1 വർഷം സമയം കൊടുത്തു കളയാം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, നിങ്ങളത് പറയുന്നേ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ആകെ തകർന്ന് തരിപ്പണായി എടുക്കുക. ഒന്ന് നേരാക്കുന്നേ. ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾ വരുന്നുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ നെഞ്ചത്തോട് കയറിയിട്ട് എന്താ കാര്യം? എന്താണ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു ഭീകരമായിട്ടുള്ള വാർത്ത കൂടി പറഞ്ഞു ഞാൻ തന്നെ അവസാനിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്. സംസ്ഥാനത്ത് ഇന്ന് 7 മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 7 മരണങ്ങൾ പനി ബാധിച്ചിട്ടാണ് 7 മരണങ്ങൾ. എലിപ്പനി മൂലം 3 എണ്ണം, ഡെങ്കിപ്പനി മൂലം 1 മരണം, അമീബിക് മസ്തിഷ്ക ജ്വരം 1 മരണം, ഇൻഫ്ലുവൻസ മൂലം 2 മരണം. ഇങ്ങനെ 7 പനി മരണങ്ങളാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്താണ് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത്? ഇപ്പോഴും പഴയ ഗവൺമെന്റിനെ പരിഹസിച്ച് നടക്കലാണോ ഇവരുടെ പണി?